ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇനി കുറച്ച് ദിവസങ്ങൾ ഒരു കുട്ടി സീരീസ് പോലെ നമ്മുടെ ഒരു ട്രിപ്പാണ് കേട്ടോ കാണാൻ പോകുന്നത് നിങ്ങൾ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോകുന്നത് മൈസൂർ ബാംഗ്ലൂരാണ്. വീഡിയോ മൊത്തം എടുത്തിട്ട് അയ്യോ വണ്ണം കുറയും കൂടെ ചെറുതാവാനാ നന്നായി. ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. ആര് പറഞ്ഞു? ഓർമ്മ ഉണ്ടാവില്ല, വലുതാകുമ്പോ അവൻ മറന്നു. ഞാൻ പറഞ്ഞു. അതിനെ കൊണ്ടുപോയി വെക്കണം. അപ്പൊ അമ്മക്ക് വേണം അതിനെ. അമ്മക്ക് പൊന്നും അതിനെന്താ തിന്നാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ചെറുത് കഴിഞ്ഞില്ല, ചെറുതിനെ കൊണ്ടായാലും അതിനെ കൊണ്ടുപോയ എല്ലാരോടും ഒപ്പം കൂടും. ഇവർക്ക് ഭയങ്കര സ്നേഹ. അങ്ങേ പുറത്തോട്ടാന്ന് അങ്ങേ പുറത്തോട്ട് കുഞ്ഞും കൊട്ടുകാണ്. അങ്ങനെ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ. ഞാൻ ഓൾറെഡി വഴിക്കടവ് എത്തിയപ്പോഴേ വിശന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര തലവേദന, ഒരുമാതിരി ഇറിറ്റേഷനുമായിട്ട് എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ മറ്റിടന്ന് കഴിച്ചുകൊണ്ട് വിശപ്പില്ലാത്തതും കൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കലും കുറച്ച് ഫോട്ടോ സെക്ഷനും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. കുറച്ചൊക്കെ ഒരു തണുപ്പുള്ളൊരു ടൈമായിരുന്നു. ഇവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം തണുക്കാൻ തുടങ്ങിയായിരുന്നു. അതൊന്നും മുന്നേ പറഞ്ഞിട്ടില്ല. ഓഫറൊന്നുമില്ല. വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണായി. ആഹാ, നമ്മള് മുതുമലൈ ടൈഗർ റിസർവിലേക്ക് കടക്കുകയാണ്. ഇനി വന്യജീവികളുടെ ഇടയിലൂടെയുള്ള യാത്ര. കണ്ടോ, കൊറേ എണ്ണുണ്ട്. നല്ല ഭംഗിയിലല്ലേ, കണ്ടോ? ഹലോ ചേട്ടാ, മൈസൂരിക്കുള്ള വഴി ഏതാ? ഇപ്പൊ വരും ഓടി ഇങ്ങോട്ട്. പക്ഷെ പെണ്ണാണ്. അമ്മയും കുട്ടിയും. അത് അപ്പുറത്ത് വേറൊന്ന്. നിങ്ങള് മൂന്നാളാ? കർണാടക സ്റ്റേറ്റ്. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. നീണ്ടു നിവർന്ന സ്ട്രെയിറ്റ് റോഡ് കാണുമ്പം നമുക്ക് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി വരില്ലേ? വേറെ ആരും ഉറങ്ങിയില്ല, ഞാൻ മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ തോന്നിയായിരുന്നു ആ ഒരു ടൈമിൽ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഞങ്ങൾ മൈസൂർ എത്തി. ഇപ്പം ചാമുണ്ഡി ഹിൽസിലോട്ടാണ് ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പം ചാമുണ്ഡി ഹിൽസിൻ്റെ വഴികളാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ ഈ ചുരം പോലുള്ള സംഭവമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കയറി വരുന്ന വഴികളും അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിലും ഒക്കെ. ചാമുണ്ഡി ഹിൽസിൽ ഇതുവരെ അച്ചായി പോയിട്ടില്ല. അച്ചായി മൈസൂർ തന്നെ ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ പോവാത്തതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട്. അച്ചായിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എല്ലാവരും കൂടെ പോയത്. പിന്നെ ഈ കടകളും കാര്യങ്ങളൊന്നും എനിക്ക് പോയപ്പോൾ കണ്ടതായിട്ടുള്ളൊരു ഓർമ്മ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ ഒരു ടോപ്പിലൊരു നന്ദി സ്റ്റാച്യു ഒക്കെ ഉള്ള സ്ഥലത്തായിരുന്നു എന്ന് തോന്നുന്നു പോയിട്ടുള്ളത്. ഇവിടെ പോയിട്ടില്ലായിരുന്നു തോന്നുന്നു. അങ്ങനെ ചാമുണ്ഡി ഹിൽസ് എത്തി. ഉള്ളിൽ അമ്പലത്തിൽ കയറി നമ്മൾ തൊഴുതൊന്നുമില്ല, ബിക്കോസ് നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല റഷായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിനൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്ത്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടെയൊക്കെ എല്ലാവരും നടക്കുകയും വർത്തമാനം പറയുകയും മെയിനായിട്ട് ഓരോരോ ഷോപ്പിൽ കയറുക, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിക്കുക, കമ്മലിമാല അങ്ങനെയുള്ള സാധനമൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചു. പിന്നെ ഫോട്ടോസ് എടുത്തു ആ ഒരു സെക്ഷനിൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നടക്കാനൊക്കെ. അത് കൂടെ ഹലോ, കേക്കൂലേ?
സെറ്റപ്പ് ഇല്ല വീഡിയോ ഒന്നും എടുക്കൂല ഈ കല്ല് പൊട്ടണ്ട. ഇത് വൈബ്. കണ്ണടിയും ബ്രേസ്ലെറ്റും. ഞങ്ങൾ ബാംഗ്ലൂരിലെ പ്രശസ്ത വ്ളോഗറുമായ രാജേഷ് പിയെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഏ ആണല്ലേ, അമ്പലംകണ്ടിയിൽ രാജേഷ്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റിലെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അത്. ഏകദേശം അവിടെ നിന്ന് കഴിഞ്ഞാൽ മൈസൂർ സിറ്റി കംപ്ലീറ്റ് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഏകദേശ നിഗമനം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഈ ആൾക്കാർ ആസ് യൂഷ്വൽ വേസ്റ്റൊക്കെ ഇട്ട് കൊളാക്കിയായിരുന്നു കേട്ടോ. ഈ ഒരു അങ്കിൾ അവിടെ ഇരുന്ന് ഈ ശില്പം ഉണ്ടാക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. ഞങ്ങളാദ്യം ചുമ്മാ ശില്പം മാത്രം വെച്ചതേ കണ്ടുള്ളൂ, പിന്നെയാണ് കണ്ടത് ബാക്കിൽ ഇരുന്നിട്ട് ഇത് ഉണ്ടാക്കുന്നത്. വലിയൊരു ബിൽഡിംഗ്. കാണുന്നില്ല. മൈസൂര് മൊത്തം ഒരു വെള്ളയാണല്ലോ. ആനന്ദഭവൻ. ആനന്ദല്ല, അത് വെറും ആനന്ദഭവൻ. ആനന്ദഭവൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പ്രോപ്പർ മൈസൂർ സിറ്റിയിൽ എത്തിയിട്ടോ. നമ്മൾ ഇവിടെ തന്നെ പാലസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം റൂമിൽ ചെന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അച്ചായി കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ആദ്യമായിട്ട് ഓരോ സാധനങ്ങൾ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൈന കാണിക്കാൻ പറ്റിയതിൽ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. അവർക്ക് അതല്ല, നമ്മക്കാ സ്പെഷ്യൽ അല്ല. അവിടെ നോർത്ത് ഇന്ത്യനാണ്, നമ്മുടെ വെജ് കോർട്ട് സ്പെഷ്യലാണ്. നൂഡിൽസ് എടുക്കാൻ നോക്കട്ടെ. അങ്ങനെ ഫുഡടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ജസ്റ്റ് റൂമിൽ കയറി ഒന്ന് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ഒക്കെ ആകുമ്പം നമ്മൾ മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ മൈസൂരിലെത്തി രാവിലെ ഉച്ചയ്ക്ക് ചാമുണ്ഡി ടെമ്പിൾ കഴിഞ്ഞ് ഇപ്പം മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അച്ഛാ ഇതുവരെ മൈസൂർ പാലസ് കണ്ടിട്ടില്ല. ഞാൻ മൈസൂരിക്ക് തന്നെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ്. നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ മൈസൂർ പാലസ് കണ്ട് ശരിക്കും മൈസൂർ പാലസ് ഇഷ്ടമാവും നോക്കിയിട്ട് വരാം. ഇഷ്ടാവണം. ടിപ്പു സുൽത്താനെ കാണണം കുറെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അതിന് പക്ഷെ പറ്റിയില്ല. ടിപ്പു സുൽത്താന്റെ വീടെങ്കിലും കാണാലോ അല്ലേ? ആ അപ്പൊ ശരി ഗൈസ്, കാണാം. ഹിറ്റ്ലറല്ലേ ടിപ്പു സുൽത്താൻ? വാവ്, മറ്റേ ഓർമ്മല്ലേ? ഹോഗി ഓനൊന്നും നിർത്തിക്കൂടെ അല്ലേ? എന്ത് മനുഷ്യനാ ചങ്ങായി. ഹോഗി മൈസൂർ പാലസിൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല, കാരണം അവിടെ ഒരു ഫ്ലവർ ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ പരിപാടികളും ലൈറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സോ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കാറെടുത്ത് വൃന്ദാവൻ ഗാർഡനിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ വൃന്ദാവൻ ഗാർഡനിൽ നമ്മൾ എത്തി. അപ്പോൾ എത്തിയ ഉടനെ തന്നെ നമ്മൾ മാങ്ങ വാങ്ങിച്ചു, ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ടുള്ള മാങ്ങ. ഇതിൻ്റെ ഫാൻസ് ആരൊക്കെ ഉണ്ട് കമൻറ്റ് ബിലോ. കാരണം നമ്മളെവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉപ്പിലിട്ട സാധനങ്ങളോടും അല്ലാതെ ഈ പച്ചമാങ്ങ അങ്ങനത്തെ സാധനത്തിനോടൊക്കെ പ്രത്യേക ഒരു അട്രാക്ഷനാണല്ലോ. പിന്നെ മാമൻ അവിടെ പോയി ചായയും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ലൈറ്റിങ് നല്ല അബദ്ധമായിരുന്നു, കാരണം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് അവിടെയില്ല എന്നുള്ള രീതിയിൽ അതും മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല. ഇവിടെയും വന്നപ്പോഴത്തേക്ക് ലൈറ്റെല്ലാം പോയി കറക്റ്റ് ആ ഒരു വ്യൂവും ഭംഗിയൊന്നും കാണാൻ പറ്റിയില്ല.
പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു ആശാനെ? നല്ല ലേറ്റ് ആയിപ്പോയി ഇവിടെ എത്തിയപ്പോഴത്തേക്ക്. ഇനി പാലസ് പോകുമ്പോഴത്തേക്ക്, പാലസ് ഓൾറെഡി ക്ലോസ് ആയിരുന്നു, 7 ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവുന്ന പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പാലസ് ആയിരിക്കും. ഇവിടെ ലൈറ്റ് എല്ലാം പോയി, പക്ഷേ ലൈറ്റ് ഇട്ട് കാണാം പാലസ്. പാലസ് ഈസ് ക്ലോസ്ഡ്. ഈ എക്സിബിഷന്റെ സ്ഥലത്തുനിന്ന് എന്തോ വാങ്ങിയിട്ട് അമ്മയ്ക്ക് കൊണ്ട് തന്നീന അമ്മ. ഞാൻ വീട് കാലത്തെ അമ്മ പറഞ്ഞു അല്ല, അവള് പൈസ വെച്ചൊരു കളർ സാരി എന്താ മേടിച്ചോണ്ട് കൊടുത്തു. എക്സിബിഷൻ പൈസ അധികമൊന്നും ഇല്ലല്ലോ, കുറച്ച് പൈസ അച്ഛൻ കൊടുത്തു. ഇതൊക്കെ കണ്ട് ഇത്രയും അന്തം വിടും. ദുബായിലെ മിറാക്കിൾ ഗാർഡൻ കണ്ടിട്ടുണ്ടല്ലോ. കർണാടകയിലെത്തി എങ്ങനെ വരവേശം? രാജേഷിയെ പറയുന്നത് കേൾക്കൂ. നല്ല കളറാ. നല്ലതാണ്. ഇല്ല, ഫിക്സഡാ. അങ്ങനെ പാലസ് കാണാൻ പറ്റാത്ത വിഷമം ഞങ്ങൾ പാലസ് പോലെ കെട്ടിയുണ്ടാക്കിയ എക്സ്പോ കണ്ട് തീർത്തു കേട്ടോ. എക്സ്പോക്ക് കയറി കുറച്ചധികം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. ഓൾറെഡി ഇവിടെ നമ്മൾ പണ്ട് പോകുന്ന സമയത്തൊക്കെ കഴിച്ചിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സെയിം പ്ലേസിൽ അവരിപ്പം വേറെ ആൾക്കാർക്ക് മാറിപ്പോൾ ഒരു മലയാളീസാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നത്, ഡോൾഫിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അവിടുത്തെ ഒരു മെയിൻ പനീർ ഡിഷ് ഉണ്ടായിരുന്നു, അത് കഴിക്കാനാണ് പോയത്. പക്ഷെ നമുക്കത് കിട്ടിയില്ല. അതിന് പകരം നമ്മൾ കുറച്ച് ചാട്ട്സും പിന്നെ സാൻഡ്വിച്ച്, പിസ്സ, പിന്നെന്താ പാസ്ത, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ മുതൽ ഇങ്ങനെ ട്രാവലിങ്ങും പിന്നെ ഇങ്ങനെ നടത്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ റീഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഏകദേശം ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. ഇതിൻ്റെ പാർട്ട് 2 കണ്ടിന്യൂ ചെയ്യുന്നതാണ്, മൈസൂർ വിശേഷങ്ങളും. പിന്നീട് നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോകണമെന്ന്, അതും കാണാം. അപ്പം നമ്മുടെ ചാനൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.